ഹലോ, ഷെഡ്യൂൾസ് പഠിക്കാൻ തീരുമാനിച്ചല്ലേ? വളരെ നല്ല തീരുമാനം. ഈ വീഡിയോയിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, ഷെഡ്യൂൾസ് പഠിക്കാം. പിന്നെ എനിക്കറിയുന്ന ഷെഡ്യൂൾസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കും പറഞ്ഞാം. ഓക്കെ ഓക്കെ ഷെഡ്യൂൾസ് എന്താ? നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വലുതായതുകൊണ്ട് ഈ ആർട്ടിക്കിൾസിന്റെ കൂടെ തന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് മൊത്തം കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ഇവർ എന്ത് ചെയ്തു? ഈ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾസ് എന്ന് പറഞ്ഞിട്ട് വേറെ സൈഡിൽ കൊടുത്തു. ഇപ്പൊ ടോട്ടൽ 12 ഷെഡ്യൂൾസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ കഷ്ണമായിട്ട് വേണം പഠിക്കേണ്ട രീതിക്ക് ആക്കി എടുത്തിട്ടല്ലേ പഠിക്കാൻ വേണ്ടി പറ്റും. നോക്കാം. അപ്പൊ ആദ്യത്തെ 3 ഷെഡ്യൂൾ നോക്കാം, പിന്നെ താഴത്തെ 3 ഷെഡ്യൂൾ നോക്കാം. അതിനുശേഷം നടക്കത്തെ കാര്യങ്ങൾ കുറച്ച് മനപ്പാഠം പഠിക്കേണ്ടതാണ്. ബാക്കി ഇത് ഒരു സ്ട്രക്ചർ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഓക്കെ, ആദ്യത്തെ ഷെഡ്യൂളിൽ എന്താ പറയുന്നത് വെച്ചാൽ നമ്മുടെ സ്റ്റേറ്റ്സിന്റെയും യൂണിയൻ ടെറിട്ടറീസിന്റെയും പേരും അതുപോലെ തന്നെ എത്ര ടെറിട്ടോറിയൽ ഏരിയ എക്സ്പാൻഡ് ചെയ്തൊക്കെ ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതുണ്ടാവുമ്പോൾ ഈ ഒരു ഇത് വെച്ചിട്ടാണ് എങ്ങനെയൊക്കെ ഈ അതിർത്തി തീരുമാനിക്കണം, പേരെങ്ങനെയൊക്കെ മാറ്റാം, എന്തൊക്കെ ആക്കാന്നുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ പേരെന്തൊക്കെയാണെന്നുള്ളതൊക്കെ. അല്ലാതെ ഈ ആർട്ടിക്കിളിൽ തന്നെ എല്ലാ സ്റ്റേറ്റ്സിന്റെ പേരൊക്കെ പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അതാണ് ആദ്യത്തെ ഈ ഷെഡ്യൂൾ. അത്രമാത്രം ഇത് തൽക്കാലം മനസ്സിലാക്കണം. ഇനി രണ്ടാമത്തെ ഷെഡ്യൂളിലേക്ക് വരുമ്പോഴും, രണ്ടാമത്തെ ഷെഡ്യൂളിൽ എന്താ പറയുന്നത്? ഈ നമ്മുടെ നോക്കാം, പ്രസിഡന്റ്, ഗവർണർ. ഇതിനൊരു മനസ്സിലാക്കേണ്ട എങ്ങനെയാ വെച്ചാൽ സ്റ്റേറ്റും യൂണിയനും ഉണ്ട്, അതായത് സെൻട്രലും സ്റ്റേറ്റും ഉണ്ടല്ലോ. അപ്പൊ രണ്ടിലും അധികാരങ്ങളിൽ ഉണ്ടാവുന്ന ആരൊക്കെയാണ്, അവരുടെ കാര്യങ്ങൾ ആലോചിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ പറയാം. പ്രസിഡന്റ്, ഗവർണർ, അതുപോലെ തന്നെ സുപ്രീം കോടതി, ഹൈക്കോടതി. ഓക്കെ, ഇനി കൺട്രോൾ ഓഡിറ്റർ ജനറൽ, അതായത് ഇയാളാണല്ലോ മറ്റേ സാധനങ്ങളൊക്കെ, ബാലൻസ് ഷീറ്റ് ഇതൊക്കെ നോക്കുന്നത്. അത് ഇനി എന്താ ഉള്ളത് ആലോചിച്ചോക്കട്ടെ. ഓക്കെ, സ്പീക്കർ, അതുപോലെ തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ. അപ്പം ഈ ഇപ്പറാണെങ്കിൽ ഈ യൂണിയൻ ചെയർമാനും ഡെപ്യൂട്ടി ചെയർമാനും. ഇനി സ്റ്റേറ്റിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയും കൗൺസിലും ഉണ്ടല്ലോ. അപ്പൊ അതിനപ്പോ ഇവിടെ എന്താ, ഇവിടത്തെയും സ്പീക്കറും ചെയർമാനും ഈ കൗൺസിലിലും അതേപോലെ. അപ്പൊ ഇത്രയും ആൾക്കാരുടെ അലവൻസസും സാലറീസും പ്രിവിലേജസും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ, എത്ര പൈസ കൊടുക്കണം, എത്ര ഇതൊക്കെയാണ്, ആ സാധനങ്ങളൊക്കെയാണ് ഈ ഇതിൽ പറയുന്നത്, ഈ സെക്കൻഡ് ഷെഡ്യൂളിൽ പറയുന്നത്. ഇനി ആലോചിക്കാം, ഈ സെയിം ആൾക്കാരുടെ തന്നെ ഇതും അതിന്റെ കൂടെ മനസ്സിലാക്കാം എന്താ, ഇവരുടെ കൂടെ ഈ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ്, അതുപോലെ തന്നെ ഈ കാൻഡിഡേറ്റ്സ് ആയി നിൽക്കുന്നുണ്ടല്ലോ. അപ്പൊ കാൻഡിഡേറ്റ്സ് ആയി നിൽക്കുന്ന ആൾക്കാരുടെയും മെമ്പേഴ്സ് ആയിട്ട് വരുന്ന ആൾക്കാരുടെയും അതുപോലെ തന്നെ ഈ പറഞ്ഞ എല്ലാവരുടെയും, ഈ സ്റ്റേറ്റ്സിന്റെയും യൂണിയന്റെയും, ഇവരുടെ ഒക്കെ ഓത്ത്സ് ആൻഡ് അഫർമേഷൻസ് ആണ് തേർഡ്. മനസ്സിലായോ? അതായത് ഇവരിപ്പം ഇവരുടെ ഓഫീസിലേക്ക് വരുമ്പോൾ ഇവർ ഈ പ്രതിജ്ഞ പറയണല്ലോ, ആ പ്രതിജ്ഞയാണ് ഈ ഓത്ത്സ് ആൻഡ് അഫർമേഷൻസ്. അപ്പൊ ഈ സാധനമാണ് തേർഡ് ഷെഡ്യൂളിൽ പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നോക്കാം. ആദ്യത്തേൽ എന്താ? ആദ്യത്തിൽ മനസ്സിലാക്കുക സ്റ്റേറ്റ്സിന്റെയും യൂണിയൻ ടെറിട്ടറീസിന്റെയും പേരും അതിർത്തിയും ഉള്ള കാര്യങ്ങൾ. രണ്ടാമത്തേലേക്ക് വരുമ്പം ഈ പ്രസിഡന്റ്, ഗവർണർ, ജഡ്ജസ്, കൺട്രോൾ ഓഡിറ്റർ, സ്പീക്കർ എന്നുള്ള ആൾക്കാരുടെ ഒക്കെ എന്താ ഈ ഇത് അലോവൻസ്, അത്ര പൈസ കൊടുക്കണം, അത്ര സാലറി കിട്ടണം. അതിനുശേഷം മൂന്നാമത്തേലേക്ക് വരുമ്പം ഈ ആൾക്കാരുടെ ഒക്കെ ഓട്സ്, ഇവരെടുക്കാൻ വേണ്ടി പോകുന്ന പ്രതിജ്ഞ. ഈ 3 മനസ്സിലാക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? താഴെ നോക്കാം. താഴെ നോക്കുമ്പോൾ 10, 11, 12 ഈ 3 നമുക്ക് നോക്കാം. ഇനി 10ാമത്തെ എന്താ? ആന്റി ഡിഫെക്ഷൻ ഉണ്ടോ എന്താണെന്നുള്ളത് ഞാൻ ചുരുക്കിയിട്ട് എന്റെ മറ്റൊരു ഷോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാൻ ഇവിടെ പറയാം. അതായത് 52ാമത്തെ അമെന്റ്മെന്റ് പ്രകാരം വന്നൊരു സാധനമാണ് ഈ പാർട്ടിയിൽ നിന്ന് ഒരു പാർട്ടിയിൽ നിന്ന് മറ്റേ പാർട്ടിയിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ പാർട്ടി പറയണ കേൾക്കാത്ത സമയം ഈ ആൾക്കാരെ ഈ പാർട്ടിയിൽ നിന്ന് മെമ്പർഷിപ്പ് കളയാൻ വേണ്ടി, അല്ലെങ്കിൽ പാർലമെന്റിൽ നിന്ന് മെമ്പർഷിപ്പ് കളയാനുള്ള ഒരു ആക്ട് ആണ് അത്. ഈ പാർട്ടി പെട്ടെന്ന് ഇത് ഗവൺമെന്റ് അൺസ്റ്റേബിൾ ആവാതിരിക്കാനുള്ള സാധനമാണ്. അപ്പൊ ഈ ആന്റി ഡിഫെക്ഷൻ ലോ ആണ് നമ്മുടെ 10ാമത്തെ. 11ഉം 12ഉം ഒരുമിച്ച് വരുന്ന ഒരു സാധനമാണ്. അതായത് 73rd, 74th അമെന്റ്മെന്റും. ഇത് രണ്ടും എന്താ അറിയാവോ? അറിയേണ്ടതാണ്, എന്നാലും ഞാൻ പറയാം. അതായത് പഞ്ചായത്ത് രാജ്, മുനിസിപ്പാലിറ്റി, ഈ 2 സാധനങ്ങളെ കുറിച്ച് പറയുന്നതാണ്. ഈ 11ാമത്തേൽ പഞ്ചായത്തിന്റെ അഡ്മിനിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ പറയും, ഈ 11ാമത്തേൽ പഞ്ചായത്തിന്റെ പറയും, 12ാമത്തേൽ ഈ മുനിസിപ്പാലിറ്റീസിന്റെ അഡ്മിനിസ്ട്രേഷൻ പറയും. അപ്പൊ 73rd, 74th അമെന്റ്മെന്റ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സാധനം കൂടെ. അപ്പൊ നമ്മൾ ആദ്യത്തെ 3 അവസാനത്തെ 3 നോക്കിയേ. ഓക്കെ, അത് ഒന്ന് പെട്ടെന്ന് മനസ്സിൽ നോക്കി. ആദ്യത്തെ 3 എന്തൊക്കെയാ? സ്റ്റേറ്റ്സ്, പിന്നെ ഈ പ്രസിഡന്റ്, ഇവരുടെ ഒക്കെ സാലറി, പിന്നെ ഇവരുടെ ഓത്ത്സ് ആൻഡ് അഫർമേഷൻസ്. പിന്നെ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഈ 10 എന്ന് പറയുന്നത് മറ്റേ ഇത് ആന്റി ഡിഫെക്ഷൻ ലോ, പിന്നെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റീസ്. ഇനി ഇതിന്റെ നടുക്കത്തെ പ്രസ്ഥാനങ്ങൾ നോക്കാം. ഓക്കെ, നമ്മള് ആദ്യത്തെ 3 പറഞ്ഞല്ലോ, അതിന്റെ കൂടെ തന്നെ ഇനി നിങ്ങൾ ആഡ് ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ പാർലമെന്റ് എന്ന് പറയുമ്പോൾ അതിലൊരു ഭാഗമാണ് രാജ്യസഭ. ഇനി രാജ്യസഭയിലെ സീറ്റ്സ് നമ്മളെ സ്റ്റേറ്റിലും സെൻട്രലും എങ്ങനെ ഡിവൈഡ് ചെയ്യണം, അതാണ് നമ്മുടെ 4th ഷെഡ്യൂളിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ ഒന്നുകൂടി ആലോചിക്കുക. ആദ്യത്തെ 3 അതിന്റെ കൂടെ ഇനി 4ാമത്തത് വരുമ്പം
നാലാമത്തെ ഷെഡ്യൂളിൽ എന്താ ഈ രാജ്യസഭയുടെ കാര്യം. ഓക്കെ, ഇനി അഞ്ചാമത്തെയും ആറാമത്തെയും ഒരുമിച്ച് പഠിക്കാം. അഞ്ചാമത്തത് എന്താ, ഈ ഷെഡ്യൂൾഡ് ഏരിയാസിന്റെയും ഷെഡ്യൂൾഡ് ട്രൈബ്സിന്റെയും അഡ്മിനിസ്ട്രേഷൻ ആയി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ അഞ്ചാമത്തേൽ വരുന്നത്. ഓക്കെ, അഞ്ചാമത്തേൽ ഷെഡ്യൂൾഡ് ഏരിയ, ഷെഡ്യൂൾഡ് ട്രൈബ്. ആറാമത്തേൽ എന്താ, ആറാമത്തേത് കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് വരുന്ന മിസോറ, മേഘാലയ, ആസാം, ത്രിപുര ഈ 4 സ്റ്റേറ്റുകളുടെ അഡ്മിനിസ്ട്രേഷൻ, അതായത് ഷെഡ്യൂൾഡ് ഏരിയാസ് വരുന്ന സ്ഥലങ്ങളുടെ അഡ്മിനിസ്ട്രേഷനാണ് ആറാമത്തേതിൽ വരുന്നത്, ആറാമത്തെ ഷെഡ്യൂളിൽ വരുന്നത്. മനസ്സിലായി? അപ്പൊ 5ഉം 6ഉം നമ്മൾ ഒരുമിച്ച് പഠിച്ചു, 4 മറ്റേ 3 കൂടെ പഠിച്ചു. നിങ്ങളൊരു മൈൻഡിൽ ഈ ഒരു മാപ്പ് ഉണ്ടാക്കിയെടുക്കണം. ഞാനിവിടെ കാണിക്കുന്നുണ്ട്, സ്ക്രീനിൽ കാണിക്കുന്നത് അതേപോലെ ഒന്ന് നോക്കി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, നോക്കാം. ഓക്കെ, ഇനി നമ്മൾ 5 എവിടെ എത്തി, നമ്മൾ ഓക്കെ 5ഉം 6ഉം നോക്കി. ഇനി 7 എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ് കേട്ടിട്ടുണ്ടോ? എന്താണെന്ന് അറിയാവോ? ഞാൻ അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോ ഇടാം. എന്നാൽ പോലും അതായത് ഈ ഡിസിഷൻസ് ഒക്കെ എടുക്കുമ്പോൾ സെൻട്രലിന് തീരുമാനിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെ, സ്റ്റേറ്റിന് തീരുമാനിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ ഏതൊക്കെ, രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് തീരുമാനിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ ഏതൊക്കെ എന്ന് പറയുന്നതാണ് ഈ 3 ലിസ്റ്റുകൾ. അപ്പൊ ഇതായിട്ട് റിലേറ്റഡ് ആയ കാര്യങ്ങളാണ് നമ്മുടെ 7ാമത്തേൽ. ഇനി 8ാമത്തേലാണ് ലാംഗ്വേജസ്. നമ്മുടെ ഇവിടെ 22 ലാംഗ്വേജസ് റെക്കഗ്നൈസ്ഡ് ആണ്. അതല്ലാതെയും പല ലാംഗ്വേജസ് ഉണ്ട്, എന്നാൽ 22 റെക്കഗ്നൈസ്ഡ് ആണല്ലോ. അപ്പൊ ഈ ലാംഗ്വേജസ് ഏതൊക്കെയാണ് ഇതായിട്ട് റിലേറ്റഡ് ആയ കാര്യങ്ങളാണ് 8ാമത്തേൽ വരുന്നത്. ഇനി 9ാമത്തേൽ എന്താ, ആദ്യത്തെ ഫസ്റ്റ് അമെന്റ്മെന്റ് ആയിട്ട് വരുന്ന, അതായത് ഈ ലാൻഡ് റിഫോം ആയിട്ട് ജമീന്ദാരിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ സമയത്ത് കുറച്ച് വന്നിട്ടുണ്ട്. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വായിച്ചു നോക്കണം, എന്നാലേ അത് മനസ്സിലാവും. ഞാൻ വെറുതെ വായി പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. പക്ഷെ ബേസിക്കലി ലാൻഡ് റിഫോമും ജമീന്ദാരിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്ന ഒരു അമെന്റ്മെന്റിന്റെ ഒരു സാധനമാണ്, അമെന്റ്മെന്റ് ആയിട്ട് വരുന്ന ഒരു സാധനമാണ് ഈ 9ാമത്തെ ഷെഡ്യൂൾ. ഓക്കെ, അപ്പൊ നമ്മൾ 9 വരെ നോക്കിയാൽ, അപ്പം 10ഉം 11ഉം 12 നോക്കിയോ? അപ്പൊ ഒന്നും കൂടി ഒന്ന് പെട്ടെന്ന് ഓടിച്ചു നോക്കാം. എന്തൊക്കെയാ നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞാൽ, ആദ്യത്തെ സ്റ്റേറ്റ്സിന്റെ പേരും സ്റ്റേറ്റിന്റെ യൂണിയൻ ടെറിട്ടറീസിന്റെ പേരും ടെറിട്ടറി, രണ്ടാമത്തെ ഗവർണർ, പ്രസിഡന്റ്, സുപ്രീം കോടതി, ഹൈക്കോടതി, ജഡ്ജസിന്റെ, അതുപോലെ കൺട്രോളർ, ഇവരുടെ ഒക്കെ പൈസ, സാലറി, അലോവൻസസ്. 3ാമത്തേലാകുമ്പോഴേക്ക് ഇവരുടെ ഓത്സ് ആൻഡ് അഫർമേഷൻസ്. 4ാമത്തെ വരുമ്പോൾ രാജ്യസഭയിലെ സീറ്റ്സ് എങ്ങനെയാണ് യൂണിയൻ ടെറിട്ടറീസിലും സ്റ്റേറ്റ്സിലും ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്, എത്ര സീറ്റാണ് ഇന്ന സ്റ്റേറ്റിലെ ഇന്ന കോൺസ്റ്റിറ്റ്യുവൻസിക്ക് വേണ്ടത്, ആ ഒരു ഇത്. ഓക്കെ, 5ഉം 6ഉം കൂടി നമ്മൾ എങ്ങനെയാ പഠിച്ചത്, മറ്റേ ഈ 5 എന്ന് പറയുമ്പോൾ എല്ലാ ട്രൈബൽ ഏരിയാസിന്റെയും ഷെഡ്യൂൾഡ് ട്രൈബ്സിന്റെയും അഡ്മിനിസ്ട്രേഷൻ സാധനങ്ങളൊക്കെ. ഓക്കെ, ഏരിയാസിന്റെ. പിന്നെ 6 വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കുറച്ചും കൂടി സ്പെസിഫിക്കലി 4 സ്റ്റേറ്റ്സിന്റെ കാര്യങ്ങൾ പറഞ്ഞു. ഏതൊക്കെയാണ്, ആസാം, ത്രിപുര, മേഘാലയ, മിസോറാം. ഓക്കെ, ഇനി പിന്നെ 7 പറയുമ്പോൾ കൺകറന്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, ആ സാധനങ്ങളൊക്കെ. 8 പറയുമ്പോൾ ലാംഗ്വേജസ്, 9 പറയുമ്പോൾ ലാൻഡ് റിഫോം, സമീന്ദാരി. പിന്നെ 10 പറയുമ്പോൾ ആന്റി ഡിഫെക്ഷൻ ലോ, 11 പറയുമ്പോൾ പഞ്ചായത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ, 12 പറയുമ്പോൾ മുനിസിപ്പാലിറ്റീസിന്റെ അഡ്മിനിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ ഞാനിപ്പോ ഈ ഫുൾ വീഡിയോ നിങ്ങൾ മൊത്തത്തിലൊന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ കിട്ടും. ഇതിന്റെ കറക്റ്റ് എന്താണ് എഴുതിയെന്നൊക്കെ മനസ്സിലാവണം. നിങ്ങൾ ലക്ഷ്മികാന്തിലോ അല്ലെങ്കിൽ കറക്റ്റ് ഇതിന്റെ ഇതെവിടെയെങ്കിലും വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ഇതാണ് ഇതിന്റെ ബേസിക് സ്ട്രക്ചർ, ബേസിക് ഐഡിയ. ഈ സാധനം നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഈ ഷെഡ്യൂളിൽ നിങ്ങൾക്ക് കറക്റ്റ് ഈ പറഞ്ഞ പോലെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങൾ മറക്കൂല. കാരണം ഞാൻ ഇതേപോലെ നോക്കി ഈ വീഡിയോക്ക് വേണ്ടി പഠിച്ചെടുത്ത സാധനമാണല്ലോ. ഞാനും നിങ്ങളിങ്ങനെ നോക്കിയിട്ട് മനസ്സിനെടുത്ത് പറയുന്നതാണല്ലോ. അതുകൊണ്ട് ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു. ഇനി ഞാൻ വേറെ എന്തൊക്കെയോ വീഡിയോസ് ഇടാം. പറ്റുമെങ്കിൽ കാണുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.